സോ ഹായ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ ആദ്യം എന്താ വരെ അറിയോ? ഇതൊക്കെ നടക്കുമെന്നാ. സംഭവം 3 ഇയർ ബാക്ക് ഞാനിത് കേട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എന്റെ മൈൻഡിലും ഇതേ തോട്ടായിരുന്നു. അതായത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചൈനക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ സണ്ണിനെ കുറിച്ചാണ്. ചൈനക്കാരുണ്ടാക്കുന്ന മനുഷ്യ നിർമ്മിതമായ സൂര്യൻ. ചൈനേന്റെ കൺസെപ്റ്റ് ആയതുകൊണ്ട് ചൈന പ്രൊഡക്റ്റ് ആണ് അതൊന്നും വിചാരിക്കേണ്ടതില്ല. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നു. നമ്മുടെ മനുഷ്യന്റെ ഭാവി തലമുറയെ വളരെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് ആണ് ചൈന അവതരിപ്പിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു കൺസെപ്റ്റ് ഭൂമിയിൽ ഉണ്ടാവുന്നത്. പക്ഷേ ഇത് വളരെ വിപുലമായിട്ടും അതേപോലെ ഏറ്റവും ഫലപ്രദമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? ചൈനക്കാരാണ്. എന്താണ് കൺസെപ്റ്റ്? ആർട്ടിഫിഷ്യൽ സൂര്യൻ. അതായത് മനുഷ്യനിർമ്മിതമായ സൂര്യൻ. നമുക്ക് ഇതിന്റെ പേരിൽ നിന്ന് തുടങ്ങാട്ടോ. എന്താണ് സൂര്യൻ? നമ്മുടെ സൗരയൂഥത്തിന് ഊർജ്ജം നൽകുന്ന നമ്മുടെ സ്വന്തം സ്റ്റാർ അല്ലേ? നമ്മുടെ സെന്റർ ഓഫ് സോളർ സിസ്റ്റം ആണ് സൺ എന്ന് പറഞ്ഞാൽ. സണ്ണിൽ എങ്ങനെയാണ് സൂര്യപ്രകാശം ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഊർജ്ജം ഉണ്ടാവുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അത് ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. ചെറിയ ചെറിയ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് വലിയ വലിയ ആറ്റങ്ങളാവുന്നതിന്റെ കൂടെ അതായത് ഹീലിയമായിട്ട് മാറുന്നു. ഹൈഡ്രജൻ കൂടി ചേർന്ന് ഹീലിയമായിട്ട് മാറുന്നു. അതിന്റെ കൂടെ ഒരുപാട് ഊർജവും പുറന്തള്ളപ്പെടുന്നു. അങ്ങനെയാണ് ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുക. നമ്മുടെ ഭൂമി ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നമ്മൾ ഇതേപോലെ ആണവ രാസപ്രവർത്തനം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ ചുരുക്കത്തിലാണ്, സൂര്യനിൽ ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്. ഇതേപോലെ റിയാക്ഷൻ നമ്മളിവിടെ നടത്തുന്നുണ്ട്. എവിടെ? ഭൂമിയിൽ. ഭൂമിയിൽ എവിടെ? ആണവ റിയാക്ടറിൽ. അത് ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ല. ഫ്യൂഷൻ സൂര്യനിലാണ്. നമ്മുടെ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ ആണ്. എന്താണ് ഫിഷൻ എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുമ്പോൾ വലിയ വലിയ ആറ്റങ്ങളെ, അതായത് യുറേനിയം, പ്ലൂട്ടോണിയം പോലുള്ള ആറ്റങ്ങളെ ഇലക്ട്രോണുകൾ കൊണ്ട് കൂട്ടിയിടിപ്പിച്ച് അവയെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് എന്ത്? ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ. ഇത് നമ്മൾ ഇവിടെ ഭൂമിയിൽ നടത്തുകയും ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഉണ്ടാക്കുകയും അവിടെ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് അധികം വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കും. എന്ത് വേസ്റ്റ്? ന്യൂക്ലിയർ വേസ്റ്റ്. നിങ്ങൾ എസ്ര മൂവി കണ്ടിട്ടില്ലേ? ആ ഒരു എസ്ര മൂവിയിൽ ന്യൂക്ലിയർ വേസ്റ്റ് കൊച്ചിയിൽ ഡംപ് ചെയ്യുന്നുണ്ട് അല്ലെ? ആ ഒരു ഫാക്ടറി തകർത്ത് കൊച്ചി നഗരത്തെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ടാണ് എസ്ര എന്ന് പറയുന്ന ഒരു ഗോസ്റ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ന്യൂക്ലിയർ വേസ്റ്റുകൾ നമുക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ചെർണോബിൾ ദുരന്തങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ അതേപോലുള്ള കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേസ്റ്റ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കുന്നുണ്ട്. സോ ന്യൂക്ലിയർ ഫിഷൻ നമുക്ക് പ്രശ്നമാണ്. പക്ഷെ ഫ്യൂഷൻ നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അവിടെ നമുക്ക് വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ നടത്തിയാലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്താലോ എന്നൊരു ആശയത്തിലേക്ക് വരുന്നത്. ഇതിന് ഒരുപാട് ലോകരാജ്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ചൈന കഴിഞ്ഞ കുറെ വർഷങ്ങൾ ഇതിന് പിറകിലുണ്ട്. എന്താണ് ഇത്? നമുക്ക് വിശദമായി സംസാരിക്കാം. ആർട്ടിഫിഷ്യൽ സൺ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക സൂര്യനെ പോലെ തിളങ്ങുന്ന വലിയൊരു ഗോളം അല്ലെ? അതിൽ നിന്നും പ്രകാശം വരുന്നു, താപം വരുന്നു, അത് ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെയായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇതൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. അതായത് ന്യൂക്ലിയർ ഫ്യൂഷൻ പവർ പ്ലാന്റ് ആണ്. എന്താണ് ഫ്യൂഷൻ കൊണ്ടുള്ള പ്രത്യേകത? നോക്കൂ, നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുക ന്യൂക്ലിയർ ഫിഷനിലല്ല. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഫിഷനാണ്, ന്യൂക്ലിയർ ഫ്യൂഷനിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇതാരാ ഉണ്ടാക്കിയെന്ന് അറിയാവോ? ചൈനീസ് അക്കാദമി ഓഫ് സയൻസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ ഫിസിക്സിലാണ് ഈ ഒരു പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഡോണറ്റിന്റെ ആകൃതിയാണ്, ഡി ഷേപ്പിലാണ്, ടോക്മാക് എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 21 മീറ്റർ നീളവും 12 മീറ്റർ വീതിയും 582 ടൺ ഭാരവുമുള്ള ഈ ഒരു റിയാക്ടർ വളരെ വലിയ, ഏറ്റവും വലുതല്ലെങ്കിൽ കൂടി ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള റിയാക്ടർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കിപ്പോ ഒരു കാര്യം മനസ്സിലുണ്ടായിരിക്കും, സൂര്യൻ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റിൽ നടത്തുന്നത്. നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി, അതായത് ചൈനയിൽ മാത്രമല്ലാണ്ട് ഇത്തരം പ്ലാന്റുകൾ ഉള്ളത്. ഒരുപാട് ഫ്രാൻസും അതേപോലെ ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇത്തരം പ്ലാന്റുകൾ ഉണ്ട്. അതേ സമയത്ത് ചൈനയാണ് ഇത് ഏറ്റവും നന്നായി വികസിപ്പിച്ചിട്ടുള്ളത്. അതെങ്ങനെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സൂര്യനിൽ വളരെ ഉയർന്ന താപനിലയാണ്. ആ താപനിലയിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഫ്യൂഷൻ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്?
വളരെ ഉന്നതമായ താപനില കൊണ്ടുവരണം. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ താപം കൂട്ടി റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ദ്രവ്യം, അതായത് നമ്മുടെ മാറ്റർ പ്ലാസ്മ സ്റ്റേജിലേക്ക് മാറും. പ്ലാസ്മ സ്റ്റേജിൽ ഈ ഒരു പ്ലാസ്മയുടെ താപനിലയുടെ അളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിന്റെ മുകളിലേക്ക് ഉയരും. അങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യാം? ഇതൊരു പ്ലാന്റ് അല്ലേ? ഇതൊരു വലിയ കണ്ടെയ്നർ ആണല്ലോ. ഈ കണ്ടെയ്നറിന്റെ ഭിത്തികൾക്ക് ഈ താപനില താങ്ങാൻ പറ്റൂല. ഇത്രയും താപനില താങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലാന്റ് നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്സ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടേ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇതായിരുന്നു എല്ലാവിടെയുള്ള വെല്ലുവിളി. അപ്പോഴാണ് ചൈന പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതിന്റെ പേരാണ് സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റ്സ്. മാഗ്നറ്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, റിപ്പൽസീവ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഈ ഒരു മാഗ്നറ്റിനെ നമ്മുടെ റിയാക്ടറിന്റെ ഭിത്തികളിൽ നല്ല രീതിയിൽ ഉറപ്പിച്ചു വെക്കും. പ്ലാസ്മ, ഉള്ളിൽ പ്ലാസ്മ ഉണ്ടാവുമല്ലോ. ഈ പ്ലാസ്മയെ ഈ ഒരു മാഗ്നറ്റ് റിപ്പിൽ ചെയ്യും. ചുരുക്കി പറഞ്ഞാല് ഇത്രയും ചുട്ടുപഴുത്ത ഈ ഒരു പ്ലാസ്മ റിയാക്ടറിന്റെ ഭിത്തിയിൽ തൊട്ടാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ആ ഭിത്തി ഉരുകി പോവുള്ളൂ. ഭിത്തി തൊടൂല. എന്താ സംഭവിക്കുക? ഈ ഒരു സൂപ്പർ കണ്ടക്ടിങ് മാഗ്നറ്റുകൾ അവിടെ ഒരു ഇൻവിസിബിൾ മാഗ്നറ്റിക് കേജ് നിർമ്മിക്കും. അപ്പൊ ഈ കേജിന്റെ ഉള്ളിലേക്ക് ആരുണ്ടാവുക? പ്ലാസ്മ ഉണ്ടായിരിക്കാം. അപ്പൊ ഇതൊരു വളരെ വലിയൊരു കൺസെപ്റ്റ് ആണ്. ഇത് വളരെ മികച്ച രീതിയിൽ ചൈനക്കാർ എന്താക്കിയിട്ടുണ്ട്? നല്ല രീതിയിൽ ഇതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ സക്സസ് ആയി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2030 കൂടി ഈ ഒരു കൺസെപ്റ്റ് ഫുൾ ഓർഡർ ആയിട്ട് നമ്മുടെ ലോക ജനതയ്ക്ക് വേണ്ടി തുറന്നു തരുമെന്നാണ് ചൈന പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ നടക്കട്ടെ. എന്തൊക്കെയായാലും ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ ചുട്ടുപഴുത്ത് നമുക്ക് സൂര്യപ്രകാശവും ഊർജ്ജം നൽകുന്ന ഒരു വലിയ കൺസെപ്റ്റ് അല്ല. സൂര്യനിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു വലിയ ആണവ രാസപ്രവർത്തനം അതേപോലെ നമ്മുടെ ഭൂമി നമ്മൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വന്നത്? ആർട്ടിഫിഷ്യൽ സൺ എന്ന പേര് വന്നിട്ടുള്ളത്. ഈ കാര്യം മനസ്സിലാക്കി വെക്കാം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് അറിയാൻ വേണ്ടി താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ മസ്റ്റായിട്ടും കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ തോന്നിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.